ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ നെറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ പറഞ്ഞ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഈ ഒന്നിച്ച് ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓഡിയോ ഓഫ് ചെയ്യണേ. വിദ്യ പ്ലീസ് ഓഡിയോ മ്യൂട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളിവിടെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. 4 കാറ്റഗറി ഞാൻ പറഞ്ഞു. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, കാരണം പലർക്കും അത് ക്ലിയർ ആയി കാണൂല. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ only one person is involved in this communication. That means the person who is sending the message is receiving also. He is the receiver also. Apam one person is acting as the sender and the receiver. Send ചെയ്യുന്നതും ഒരാള്, സ്വീകരിക്കുന്നതും അയാൾ തന്നെയാണ്. അതായത് ആത്മഗതം നമ്മൾ പറയല്ലോ, ആത്മഗതം പറയുക. നമ്മൾ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുക. മിററിന് മുമ്പിൽ പോയിരുന്ന് സംസാരിക്കുക. മിറർ ടോക്ക്, പാർട്ട്ണർ ടോക്ക്. നമ്മുടെ കൂട്ടുകാരോട് പറയുന്നത് പോലെ, ഉള്ളിൽ ഒരാള് കൂട്ടുകാരൻ ഇരിക്കുന്നു, ആ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അയാളോടങ്ങ് സംസാരിക്കും. പക്ഷെ വേറെ ഇവിടെ ആരും ഇല്ല താൻ. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സെൽഫ് ടോക്സ് എന്ന് പറയും. സെൽഫ് എന്ന വേർഡ് ചേർത്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. മെറ്റാ കോഗ്നിഷൻ, റിഫ്ലക്ഷൻ, മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷൻ, ഇതെല്ലാം പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. സെൽഫ് അനാലിസിസ്, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അസസ്മെന്റ്, സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് ചേർന്ന വേർഡ് എല്ലാം പറഞ്ഞാലും ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Interpersonal communication is one-to-one communication. One-to-one communication. One person is communicating with other person. ഒരാളും മറ്റൊരാളിനോട് സംവേദിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അത് വ്യക്തിയല്ലാത്ത സ്പിരിറ്റുകളോട്, ആത്മാക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഡിഡാക്റ്റിക് കമ്മ്യൂണിക്കേഷൻ എന്നും ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാറുണ്ട്. അത് രണ്ടായാലും 2 വ്യക്തികൾ ഇൻവോൾവ് ആകുന്ന കമ്മ്യൂണിക്കേഷനെയാണ്. മൾട്ടി ആഡിക് എന്ന് പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പിനകത്ത് വരുന്ന 2-ൽ കൂടുതൽ ആളുകൾ സംവേദിക്കുമ്പോഴാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ അവിടെ പറയുന്നത്. ആ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ആളുകൾ പരസ്പരം സംവേദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം ആസ് എ ഗ്രൂപ്പ് ഇന്ററാക്ട് ഈച്ച് അതർ. ഒരു ഗ്രൂപ്പ് ഒരു ക്ലാസ് റൂമിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റൂമിനുള്ളിൽ ഉള്ള വ്യക്തികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദിക്കുന്നതിനെയാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2 ക്ലാസ്സുകൾ പരസ്പരം ഒരു ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും നടത്തുവാന്ന്, ഒരു കോമ്പറ്റീഷൻ നടത്തുവാണ്, 2 ക്ലാസ്സുകൾ ചേർന്ന്, അതിനെ ഇന്റർ ക്ലാസ് കോമ്പറ്റീഷൻ. ഒരു യൂണിവേഴ്സിറ്റി തന്നെയുള്ള കുട്ടി, ഇൻട്രാ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ. യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള പല യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്നതിന് നമ്മൾ ഇന്റർ യൂണിവേഴ്സിറ്റി, അതാണ് ഇന്റർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആയി? ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ പറയും. പല ഗ്രൂപ്പ് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ലാർജ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. വലിയ ഗ്രൂപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഗ്യാതറിംഗ്, എ പബ്ലിക് മീറ്റിംഗ് ഇൻ എ കോമൺ പ്ലേസ്, എ പബ്ലിക് മീറ്റിംഗ്.
ഒരു പൊതുവായി നടക്കുന്ന ഒരു മീറ്റിംഗ്, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ നടക്കുമ്പോഴത്തേക്ക് വലിയ VIP ഒക്കെ വന്ന് പ്രസംഗിക്കാൻ വരുമ്പോൾ വലിയൊരു സ്റ്റേഡിയത്തിലായിരിക്കും. തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ വലിയ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലോ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലൊക്കെ ആയിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. അതിനെ നമ്മളൊരു ലാർജ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഒരു 10,000 പേര് ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിന് നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നേ വിളിക്കുകയുള്ളൂ. അല്ലാതെ അതിനെ ഒരിക്കലും മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയില്ല. ഞാൻ പറഞ്ഞുതരാം, മാസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലാർജ് ഗ്രൂപ്പ് ഉണ്ട്, സ്മോൾ ഗ്രൂപ്പ് ഉണ്ട്. സ്മോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ഒരു സ്മോൾ ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പ് എന്ന് പറയത്തില്ലേ, കൂട്ടുകാരുടെ ഗ്രൂപ്പ്, അതിനെ പിയർ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ, ആ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് ചെറിയ ക്ലാസ്സുകൾ, നിങ്ങളുടെ PG ക്ലാസ്സുകളൊക്കെ 15 പേരും 20 പേരും ഒക്കെ കാണുകയുള്ളൂ. അതിനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ലാർജ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഓർഗനൈസേഷണൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷണൽ എന്നോ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്നോ പറയുമ്പം ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഗ്രൂപ്പാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുള്ള ബിസിനസ് എന്റർപ്രൈസിലൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കും, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനോ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മ്യൂണിക്കേഷനോ വിളിക്കും. അത് ഗ്രൂപ്പിനെ ബേസ് ചെയ്താണ് പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായി മൾട്ടിമീഡിയ ഒക്കെ ഉപയോഗിച്ച് മീഡിയയിലൂടെ നടത്തുന്ന ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ പബ്ലിക് ഓർ സൊസൈറ്റൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. അത് പബ്ലിക്കിനെ കൂടെ ഉൾപ്പെടുത്തുന്ന കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ്, if in a group communication the public or society is involved, then that communication is called public or societal communication. പബ്ലിക് എന്നോ സൊസൈറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നോ നമ്മൾ അതിനെ വിളിക്കും. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ആ റിസീവേഴ്സ് സ്കാറ്റേർഡ് ആയിട്ട് ഓൾ ദ വേൾഡ് ഇരിക്കുകയും പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ഇപ്പോ ഏഷ്യാനെറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, സംപ്രേഷണം ചെയ്യുന്ന ഒരു മിനിറ്റ്, എന്റെ ഓഡിയോ മ്യൂട്ട് ആയോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ശരി 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 ഓക്കെ, താങ്ക് യു. Mass communication. Mass of people. A mass of people involved in the particular communication beyond boundaries. അതിരുകളില്ലാതെ ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ചെയ്യുകയും they are scattered all over without boundaries. ബൗണ്ടറി ഒന്നും ഇല്ലാതെ all over the world സ്കാറ്റർ ചെയ്തിരിക്കുകയും ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ആ മെസ്സേജ് എടുക്കത്തക്ക ലെവലിലേക്ക് അത് ആക്സസ് ഉള്ള തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത്. ഇപ്പൊ പത്രം പ്രിന്റ് ചെയ്യുന്നത് പത്രത്തിൽ നിന്നാണ്, എന്നിട്ട് നമുക്കത് നമ്മുടെ വീട്ടിലെത്തുന്നു. അപ്പൊ ഇൻഫോർമേഷൻ ഈസ് കമ്മിങ് ടു അവർ ഹൗസ്, നമ്മുടെ വീട്ടിൽ വരികയാണ്. അപ്പൊ മെസ്സേജ് നമ്മുടെ വീട്ടിലെത്തുന്നു, അതെവിടെയോ പബ്ലിഷ് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെത്തുന്നു. അപ്പൊ പത്രം, ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഈസ് പാർട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതൊരു പ്രിന്റ് മീഡിയ എന്നതിന് വിളിക്കും. അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടെലിവിഷൻ ഒരു മാസ് കമ്മ്യൂണിക്കേഷന്റെ മീഡിയ ആണ്. അങ്ങനെയുള്ള ഇന്റർനെറ്റ്, ഇതിലൂടെയുള്ള സംപ്രേഷണങ്ങൾ, കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ,
Then on the basis of direction of flow എന്ന് പറയും. അതായത് മെസ്സേജ് എങ്ങോട്ട് സഞ്ചരിക്കുന്നു, മെസ്സേജ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച്. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ക്രോസ് ഓർ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ ഞാൻ ചാനൽ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞതാണ്. ചാനലിനനുസരിച്ച് കമ്മ്യൂണിക്കേഷനെ നമ്മൾ പലതായിട്ട് തിരിക്കാം. ഇഫ് വി യൂസ് എ ഡൗൺവേർഡ് ചാനൽ or an upward channel, then that communication is called vertical communication. മനസ്സിലായില്ലേ? വെർട്ടിക്കൽ. അത് ഡൗൺവേർഡ് ആകാം, അപ്വേർഡ് ആകാം. അതിനെയാണ് വെർട്ടിക്കൽ എന്ന് നമ്മൾ പറയുന്നത്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ആണെങ്കിൽ അത് ഈക്വൽസിനിടയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എമംഗ് ഈക്വൽസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റാഫ് മീറ്റിംഗ് ഓഫ് എ കോളേജ്. ഒരു കോളേജിന്റെ സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും അധ്യാപകരാണ്, സ്റ്റാഫാണ്. അപ്പൊ അത് നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനെ വിളിക്കുള്ളൂ. ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏത് കമ്മ്യൂണിക്കേഷൻ ആണ്? നിങ്ങൾ പറയും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണോ? ചില വീട്ടിൽ അത് ഹൊറിസോണ്ടൽ അല്ല കേട്ടോ. ചില വീട്ടിൽ ഡൗൺവേർഡ് ആയിരിക്കും, ചില വീട്ടിൽ അപ്വേർഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, പക്ഷെ എങ്കിലും നമ്മൾ പറയുമ്പോൾ ഹൊറിസോണ്ടൽ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഹസ്ബൻഡ് വൈഫ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ, പേരൻസും ചിൽഡ്രനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ വെർട്ടിക്കൽ എന്നാണ് വിളിക്കുന്നത്. അതിന് ഈക്വൽ എന്ന് പറയാൻ പറ്റൂല. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ദ പേഷ്യന്റ്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കൗൺസിലർ ആൻഡ് കൗൺസിലീ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. എ ബോർഡ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി, ബോർഡ് മീറ്റിംഗ് ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി. ഒരു വലിയ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒന്നിച്ചു കൂടുന്നു എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ എന്ത് പറയുന്നു? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വെരി ഗുഡ് ശാലിനി, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെരി ഗുഡ്. അത് ഈക്വൽസിനിടയിലുള്ള എല്ലാത്തരം കമ്മ്യൂണിക്കേഷനെ നമ്മൾ എ മാനേജർ ടോക്കിംഗ് ടു ദ ക്ലർക്ക്, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. Then cross diagonal communication means different categories of people who have no direct relationship on the same or different organizational hierarchy. Same different organizational hierarchy le different category of people പരസ്പരം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിലെ മാനേജർ മറ്റൊരു കമ്പനിയിലെ ക്ലർക്കുമായിട്ട് സംവേദിക്കും. The manager of a particular company talking to the clerk of another company, not the clerk of the same company. If it is the clerk of the same company, that will be vertical. Or if he is talking with clerk of another company, that communication is called cross or diagonal communication. ഞാനത് നേരത്തെ പറഞ്ഞതാണ് എങ്കിൽ പോലും ഈ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. Cross communication or diagonal communication. Okay. Then grapevine communication. If we use a grapevine channel for the particular communication, that means no specific direction. It can neither be termed as vertical, horizontal, and nor cross diagonal. ഒന്നും നമുക്ക് പറയാൻ പറ്റൂല അത് വെർട്ടിക്കൽ ആണെന്നോ ഹൊറിസോണ്ടൽ വളഞ്ഞ് പൊളഞ്ഞൊക്കെ കയറിയാണ് പോകുന്നത്. For example, spreading rumor, gossips, internet chatting, etc. are example of grapevine communication. പിന്നെ exchanging informal talks among peer groups, among peers. ഒരു പിയർ ഗ്രൂപ്പിലെ കളിക്കൂട്ടുകാര്, ഫ്രണ്ട്സ് ഇൻഫോർമൽ ടോക്സ് നടത്തുന്നതിനെ ഗ്രേപ്പ് വൈൻ ചാനൽ എന്നാ പറയുന്നത്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ ടോക്സ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് എല്ലാം കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ആരുടെയെങ്കിലും കുറ്റം കുറവൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിനെ നമ്മൾ ഇൻഫോർമൽ ചാറ്റ്സ് ആണ്. അത്
ഗ്രീക്കോയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പ്രഷൻ, നമ്മൾ എങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്കതിനെ പറയാം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. there can be written communication. In written communication, message is sent through printed or handwritten texts ആണ്. മനസ്സിലായില്ലേ? അതായത് എഴുതപ്പെട്ട മാറ്റർ, മെസ്സേജ് എഴുതിയത്, അത് പ്രിന്റ് ചെയ്തതാകാം, കൈകൊണ്ട് എഴുതിയതാകാം, അങ്ങനെ മെസ്സേജ് അയച്ചു കൊടുക്കുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത്. Then oral communication, ORAL, oral communication. Oral can be audio or verbal. ഓഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു റേഡിയോ ലെസൺ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ കോമൺ ആയിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. പക്ഷെ അത് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്. ബിക്കോസ് ദ സ്പീക്കർ ഈസ് നോട്ട് പ്രസന്റ് ബിഫോർ ദ ലിസണർ. നമ്മുടെ റിസീവറുടെ മുമ്പിൽ ആ സ്പീക്കർ നേരിട്ട് പ്രസന്റ് ആവുന്നില്ല. മനസ്സിലായില്ലേ? വേർ ദ സ്പീക്കർ ഈസ് നോട്ട് പ്രസന്റ് ബിഫോർ ദി ലിസണർ. ഓക്കെ, എന്നാൽ ലിസണറുടെ മുമ്പിൽ ആ സ്പീക്കർ പ്രസന്റ് ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ അദ്ദേഹത്തെ കണ്ടും കൂടി സംസാരിക്കാവുന്നത് കൊണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ വെർബൽ എന്ന് വിളിക്കാം. നേരിട്ട് ചോദിക്കാം, സംവേദിക്കാം. വീഡിയോ കോൺഫറൻസിങ് ആണെങ്കിലാണ് നമുക്ക് അങ്ങനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓഡിയോ കമ്മ്യൂണിക്കേഷനെ വിളിക്കുകയുള്ളൂ. സ്പീക്കറിനെ നമ്മൾ കാണുന്നില്ല, സംസാരം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എങ്കിൽ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. ആളിനെ കാണുകയൂടെ ചെയ്യുകയാണെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. രണ്ടായാലും അത് ഓറൽ ആണ്, ORAL, ഓറൽ കമ്മ്യൂണിക്കേഷൻ. മറ്റേത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് മോർ വിഷ്വൽസ് ആൻഡ് ലെസ് ടെക്സ്റ്റ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചിത്രങ്ങളോ ഡയഗ്രാംസോ മാപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചക്ക് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസും. അതിനകത്ത് റിട്ടൺ മാറ്റർ വളരെ കുറവായിരിക്കും. ഹെഡിങ്സ് പോലെ ചില പോയിന്റ്സ് ഒക്കെ എഴുതിയിരിക്കും, അത്രയേ ഉള്ളൂ. ലെസ് ടെസ്റ്റ് എന്ന് പറയാം. ടെസ്റ്റ് വളരെ കുറവാണ്. അതിനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. ദെൻ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് പിക്ചേഴ്സ് വിത്ത് വോയിസസും. ശബ്ദവും നമുക്ക് കേൾക്കാം, അതുപോലെ തന്നെ പിക്ചേഴ്സും കാണാൻ പറ്റും. അതിനെ നമുക്ക് ഓഡിയോ വിഷ്വൽ എന്ന് വിളിക്കുന്നു. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് ഫേസ്, ജസ്റ്റേഴ്സ്, ഐസ് എക്സെട്ര ഫോർ സെൻഡിങ് ദ മെസ്സേജ്. അതായത് നമ്മളൊരു വേർബൽ സിമ്പൽ ഉപയോഗിക്കാതെ, ഭാഷ ഉപയോഗിക്കാതെ എക്സ്പ്രഷൻസ് കാണിക്കുന്നതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാനത് പറഞ്ഞു തന്നതാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഭാഷ ഉപയോഗിച്ച് അത് റിട്ടൺ ആകാം, ഓറൽ ആകാം, വിഷ്വൽ ആകാം, ഓഡിയോ വിഷ്വൽ ആകാം. വിഷ്വലിനകത്തും കുറച്ച് ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ പറയാം. എന്നാൽ അതിന് ഭാഷ ഒട്ടും ഉപയോഗിക്കാത്തതിനെ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, അതുപോലെയൊക്കെയുള്ള നമ്മുടെ ഐ മൂവ്മെന്റ്സ് ഒക്കെയാണ്. കണ്ണുകൊണ്ട് ചില ഇത് കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പൊക്കോന്നൊക്കെ പറയുന്നു. പോകുന്നു പറയുന്നില്ല, കൈകൊണ്ട് കാണിക്കുക, ആക്ട് കാണിക്കുന്നു, ഇങ്ങനെ. അതിനെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത്. ഇനി റെസ്പോൺസ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇഫ് ദർ ഈസ് ടോട്ടൽ എലിമിനേഷൻ ഓഫ് റെസ്പോൺസ് ഫ്രം ദ റിസീവറിൽ നിന്ന് ഒരു റെസ്പോൺസും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിനെയാണ് നോ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നല്ല അർത്ഥം, റെസ്പോൺസ് ഇല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു, പക്ഷെ തിരിച്ചതിനൊരു ഫീഡ്ബാക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ അതിനെ വൺ വേ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. എങ്കിലും അതിനൊരു ടെക്നിക്കൽ ടേം ആയിട്ട് നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ നോ കമ്മ്യൂണിക്കേഷൻ? അല്ലെങ്കിൽ ഇൻ എ കമ്മ്യൂണിക്കേഷൻ there is total elimination of response from the receiver.
ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് വൺ വേ എന്നൊന്നും കാണില്ല. റെസ്പോൺസ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്ന പേര് നോ കമ്മ്യൂണിക്കേഷൻ. അവിടെ അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നോ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യണം കേട്ടോ. അതായത് ഒരിക്കലും ഇല്ലാത്ത കമ്മ്യൂണിക്കേഷനെ നമ്മൾ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാറുണ്ട്. ദെൻ എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, communication is driven by the impressive superior qualities of the communicator or the sender. സെൻഡറിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്ററുടെ ഇംപ്രസീവ് ആയിട്ടുള്ളതും സുപ്പീരിയർ ആയിട്ടുള്ളതുമായ ക്വാളിറ്റീസ് കൊണ്ട് എക്സ്പ്രസ്ഡ് ആവുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത ചോദിച്ചാൽ സംതിങ് റിലേറ്റഡ് ടു ദ സെൻഡർ എന്ന് ഓർത്തിരുന്നോണം കേട്ടോ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷനെ അങ്ങനെ ആക്കി മാറ്റുന്നത് റിസീവറുടെ ക്വാളിറ്റി കൊണ്ടല്ല, മറിച്ച് സെൻഡറുടെ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പൊ സെൻഡറിന്റെ സുപ്പീരിയർ ഇംപ്രസീവ് ക്വാളിറ്റി കൊണ്ട് എക്സ്പ്രസ്ഡ് ആയി മാറുന്ന കമ്മ്യൂണിക്കേഷനെയാണ് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത് എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഒന്നും കൂടെ പറയാമോ? ഏതാണ് മോളെ പറഞ്ഞേ? എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുമ്പോൾ അതായത് വളരെ വളരെ അപ്പീലിംഗ് ആയി മാറുക. അത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ എടുത്തു. ക്ലാസ് റൂം ടീച്ചിങ്, നമ്മളൊരു അധ്യാപകൻ ഏറ്റവും ഇംപ്രസീവായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ ക്ലാസ് അങ്ങനെ ആയി മാറിയത് ആ അധ്യാപകന്റെ അല്ലെങ്കിൽ ആ സെന്ററിന്റെ ആ കമ്മ്യൂണിക്കേറ്ററിന്റെ സുപ്പീരിയർ ആൻഡ് ഇംപ്രസീവ് ക്വാളിറ്റി കൊണ്ടാണ്. അപ്പൊ സെന്റർ ചില കമ്മ്യൂണിക്കേഷനിൽ സെന്ററിന്റെ സുപ്പീരിയർ ക്വാളിറ്റി കൊണ്ട് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും. ആ കമ്മ്യൂണിക്കേഷന് പറയുന്ന പേര് എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു ടെക്നിക്കൽ ടേം ആണ്. എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ആയി, അങ്ങ് പുറത്തോട്ടങ്ങ് പ്രകടമായി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഗോപ്യമായിട്ടിരിക്കും. ചില എന്താ പറയുന്നത്, ഡെഡ് ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ. ചില അധ്യാപകർ ക്ലാസ് എടുക്കുന്നവരുണ്ട്, വലിയ ശബ്ദമില്ല, പതിഞ്ഞ നേച്ചറാണ്, സോഫ്റ്റ് വോയിസ് ആണ്, ഫീബിൾ ആണ് വോയിസ് എങ്കിൽ നമ്മൾ അതിനെ ഒന്നും ഒരു എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ വിളിക്കില്ല. കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസീവ് എന്ന് പറയണമെങ്കിൽ അത്രമാത്രം പ്രകടനമായി മാറുമ്പോൾ ആണ് അതിനെ എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത് എങ്ങനെ ആകുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. Because of the influence of the superior and impressive qualities of the teacher, the communicator. മനസ്സിലാവുന്നു? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ ടീച്ചറാണ്. ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റർ എന്നോ സെന്റർ എന്നോ പറയുന്നത്. എപ്പടി കിട്ടിയോ? നമ്മൾ ക്ലിയർ ആയോ? Yes sir, thank you. Okay, thank you. അതങ്ങനെ ചോദിക്കണം, മിടുക്കിയാണ് കേട്ടോ. Okay, very good. On the fourth one is on the basis of organization structure. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പൊ നമ്മള് ഈ ഓരോ നേച്ചറിന് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മളിപ്പോ ആദ്യം നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ ബേസിസിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സെക്കൻഡ് വന്നപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത് എന്താണ്, അതിന്റെ ചാനലിന്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു. ഫ്ലോ ഓഫ് ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ, ചാനലിനനുസരിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ. തേർഡ് വന്നിട്ട് അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് റിട്ടൺ ആണോ, ഓറൽ ആണോ, വിഷ്വൽ ആണോ, ഓഡിയോ വിഷ്വൽ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ ഘടന എങ്ങനെയാണ്, അതായത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ. ദർ ക്യാൻ ബി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ എന്നോട് സംവേദിക്കുന്നു, ഞാൻ അങ്ങോട്ട് സംവേദിക്കുന്നു, ഇതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതൊരു ഫോർമലി ക്രിയേറ്റഡ് ആണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല.
നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എംപ്ലോയ്മെന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നിങ്ങളെ ഈ ഗ്രൂപ്പിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. ഓക്കെ, അത് ഫോർമലാണ്. എന്നാൽ നമുക്ക് വീട്ടിൽ നടക്കുന്ന സംസാരങ്ങളാകാം, നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നതാകാം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് കൂട്ടുകാരാകാം, റിലേറ്റീവ്സിനെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് അതിനെ ഗ്രേപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നു. അപ്പൊ ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഓക്കെ, ദെൻ കണ്ടീഗ്വസ് ആൻഡ് നോൺ കണ്ടീഗ്വസ് എന്ന് പറയും. നോൺ കണ്ടീഗ്വസ് എന്ന് പറഞ്ഞാൽ സെൻഡർ ആർ ഇൻ ഡയറക്റ്റ് ടച്ച് ഇൻ കണ്ടീഗ്വസ് ടൈപ്പ്. സെൻഡർ ആൻഡ് ദ റിസീവർ ആർ ഇൻ ഡയറക്റ്റ് ടച്ച്, ഒന്നിച്ച് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ. കണ്ടീഗ്വസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ഇല്ലെങ്കിൽ ഒരു വൈവാവോസി, ഒരു എക്സാം, വൈവാവോസി എക്സാം നടക്കുന്നു. ആ വൈവയിൽ ഒരു ചെയർമാൻ ഉണ്ട്, കാൻഡിഡേറ്റ് ഉണ്ട്, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ എക്സാമിനേഴ്സ് ആയിട്ട് കൂടെ കാണും. ഇവരിൽ നടത്തുന്ന ആ ഒരു കൂടിക്കാഴ്ച, വൈവാവോസി എക്സാം, അത് കണ്ടീഗ്വസ് എന്ന് പറയും. നോൺ കണ്ടീഗ്വസ് എന്ന് പറഞ്ഞാൽ ഈ നടത്തുന്ന ആളുകൾ നേരിട്ട് അവിടെ ഒന്നും ഇല്ല, ഡയറക്റ്റ് ടച്ചിലില്ല. ഇപ്പൊ നമ്മൾ ഈ നടത്തുന്നത് നോൺ കണ്ടീഗ്വസ് എന്ന് പറയും. നമ്മൾ നേരിട്ട് ടച്ചിലില്ലല്ലോ. ഇപ്പൊ ക്ലാസ് മുറിയിലിരുന്ന് നേരിട്ടൊരു ക്ലാസ് എടുക്കുന്നത് പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോ ഇത് നോൺ കണ്ടീഗ്വസ് ആണ്. ഒരു ക്ലാസ് മുറിയിലെ ടീച്ചിങ് കണ്ടീഗ്വസ് ആണ്. മനസ്സിലായില്ലേ? ദെൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം ടീച്ചിങ്ങിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, പേര് പറഞ്ഞാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടെങ്കിൽ ഇല്ലെങ്കിൽ കേട്ടോണേ. ഇപ്പം ഞാൻ ഈ പലയിടത്ത് എടുക്കുന്നുണ്ട്, എനിക്ക് പറഞ്ഞോ ഇല്ലയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കുമേ. ഓക്കെ ഓക്കെ ഓക്കെ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ക്ലാസ് മുറിയിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ യൂഷ്വലി നമ്മൾ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളത് കൊണ്ട് നോർമലി നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും തരും, അതോടൊപ്പം തന്നെ അതിനകത്ത് തന്നെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് കാണും. കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കൂടെ തന്നെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പറഞ്ഞ് പലത് കൊടുക്കും. അപ്പൊ അവിടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനെ എഴുതുകയുള്ളൂ. കാരണം അതാണ് ഫേസ് ടു ഫേസ് ആയിട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ബെറ്റർ വേർഡ് ഫേസ് ടു ഫേസ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് അവിടെ ഇല്ല. പക്ഷെ ഫേസ് ടു ഫേസ് ഇല്ലാതെ ഗ്രൂപ്പ് എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് എഴുതുള്ളൂ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് intrapersonal communication, interpersonal communication, group communication, mass communication. നമ്മൾ ഏത് എഴുതും? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എഴുതുള്ളൂ. ഓക്കെ, ദെൻ മെറ്റാ കമ്മ്യൂണിക്കേഷൻ. മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ദ മെസ്സേജ് ഹാസ് സംതിങ് മോർ ദാൻ വാട്ട് ദ ആക്ച്വൽ വേർഡ് സ്റ്റേറ്റ് എന്ന് പറയും. നമ്മൾ പറയുന്ന മെസ്സേജിന് അതിൽ ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട്, അതിന് പല അർത്ഥം അതിലുണ്ട്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കാം. ദ പ്രിൻസിപ്പൽസ് ടു ദ സ്റ്റാഫ്. ഒരു ലേഡി സ്റ്റാഫിനോട് പറയാണ്, യു ലുക്ക് സോ സ്മാർട്ട് ഇൻ ദിസ് ഡ്രസ്. യു ലുക്ക് സോ സ്മാർട്ട് ഇൻ ദിസ് ഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിൽ നിങ്ങൾ വളരെ സ്മാർട്ട് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, മാഡത്തിന് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പറഞ്ഞാല് ഈ ഡ്രസ്സ് മാഡത്തിന്, ഈ ഡ്രസ്സിൽ മാഡം നല്ല സ്മാർട്ട് ആയിരിക്കുന്നു, സ്മാർട്ട് ആണല്ലോ, ഈ ഡ്രസ് ഇട്ടപ്പോൾ നല്ല സ്മാർട്ട് ആണല്ലോ എന്നൊരു പ്രിൻസിപ്പൽ പറഞ്ഞെങ്കിൽ അതിനെ നമ്മൾ മാറി നിന്ന് ചിന്തിച്ചാൽ ഈ ഡ്രസ് ഇട്ടപ്പോൾ സ്മാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്മാർട്ട് അല്ല, ഞാനല്ല സുന്ദരി അല്ല, ഈ ഡ്രസ് ഇട്ടപ്പം മാത്രമാണ് സുന്ദരിയായത് എന്നൊക്കെ അങ്ങോട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് പോയാൽ കുറച്ച് കുഴച്ചിലാവും അല്ലേ? അപ്പോ അങ്ങനെയുള്ള ഇന്നർ മീനിങ്സ് അടങ്ങുന്ന തരത്തിലുള്ള മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ വിത്തിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഒരു കമ്മ്യൂണിക്കേഷൻ തോക്കിനകത്ത് കയറി വെടിവെക്കാന്ന് ചിലർ പറയത്തില്ലേ? തോക്കിനകത്ത് കയറി വെടിവെക്കാതെ നീ എന്നെ ഒന്ന് കേൾക്ക്. ഇടയ്ക്ക് കയറി പറയുന്നതിനും ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ളിലോട്ട് വേറൊരാള് അടുത്തൊരു മെസ്സേജ് പറയുന്നതിനെയുമാണ് തോക്കിനകത്ത് കയറി വെടിവെക്കാന്ന് പറയുന്നത്. അതാണ് ഈ മെറ്റാ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കേഷന്റെ അകത്ത് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കുറച്ചേറെ മീനിങ് അതിനകത്ത് ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ദെൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ in which all members are of equal status. അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻ എ സ്റ്റാഫ് കൗൺസിൽ ഓഫ് എ കോളേജ്, ഒരു കോളേജിന്റെ സ്റ്റാഫ് കൗൺസിൽ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നു. അവിടെ വേണേ വിളിക്കാം. ഇപ്പോഴത്തെ വെബിനാർ പോലെ അല്ലല്ലോ, ഓൺലൈൻ അല്ലല്ലോ, നേരിട്ട് കൂടുന്നതാണ്, ഫേസ് ടു ഫേസ് എന്ന് വിളിക്കാം. എന്നാൽ ഒരു teachers of the same management assembled together to discuss certain matters. Teachers on under the same management എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് എന്നതിന് പേര് പറയും, കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കോളേജുകളുടെ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് ആണെങ്കിൽ അതിനെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. കാരണം എല്ലാവരും ഈക്വൽസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഈ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ? സാർ അതൊന്നുകൂടെ പറയാമോ? ഓക്കെ ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നി അത് അത്ര ക്ലിയർ ആയില്ല എന്ന് മനസ്സിലായി. അതായത് ഇപ്പൊ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ പല കോളേജുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ കോളേജുകളുടെ മാനേജ്മെന്റിന് പറയുന്ന പേര് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളാവുമ്പോൾ അതെല്ലാം ഒന്നാണെന്നുള്ള അർത്ഥത്തിലാണ് ഈ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഒത്തൊരുമിച്ച് നീങ്ങുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റ്. അങ്ങനെ ഒന്നായിട്ട് ഒരേപോലെ നീങ്ങേണ്ട ഒരു സ്ഥാപനങ്ങളിലുള്ള അധ്യാപകർ ഒന്നിച്ചുകൂടി ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ കമ്മ്യൂണിക്കേഷനെ നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാറുണ്ട് എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ മെമ്പേഴ്സ് ഓഫ് ഈക്വൽ സ്റ്റേറ്റസ് ഒന്നിച്ചുകൂടി നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നതിനേക്കാൾ കുറെ കൂടെ നമ്മൾ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് വെച്ച് നമുക്ക് പറയണമെങ്കിൽ ഒരു നല്ല വേർഡ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ നെറ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അർത്ഥം ഈക്വൽ ആണെങ്കിലും ബെറ്റർ വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ബെറ്റർ വേർഡ് ആണെന്ന് പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെയാണ് ഈ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെ മെമ്പേഴ്സ് എല്ലാം അങ്ങ് ഈക്വലായിട്ട് ഒരേ പോലാണ്, തമ്മിൽ ഒരു വിവേചനമില്ല, വ്യത്യാസമില്ല എങ്കിൽ അതിനെ നമുക്ക് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം എന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ. Next types of communication on the basis of environment of the firm. Environment of the firm ആണ്. അതായത് നമ്മൾ ഏതൊരു സ്ഥാപനത്തിലായിരിക്കുന്നവോ ആ സ്ഥാപനത്തിന് ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, പുറത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ ഗ്രൂപ്പ് എന്നും ഇന്റർ ഗ്രൂപ്പ് എന്നും നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ പർട്ടിക്കുലർ within the factory, within the school, within the college എന്ന് പറയും. Communication within the college, internal communication. With outside factors ആണെങ്കിൽ നമ്മൾ external communication വിളിക്കും. External communication. ഓക്കെ, അത് പിടികിട്ടിയല്ലോ. Internal communication and external communication. Then ഇനി ലാസ്റ്റ് വരുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് മീഡിയേഷൻ,
മീഡിയേഷൻ, അതായത് മീഡിയം, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിനനുസരിച്ച് കമ്മ്യൂണിക്കേഷനെ നമുക്ക് തിരിക്കാവുന്നതാണ്. ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നും മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ in direct communication, no medium used. If there is no medium for the communication, that communication is called direct communication. Athayathu a teacher taking a class directly is an example of direct communication. An examiner conducting a vivae with the candidate is an example of direct communication. നേരിട്ടാണ്. എന്നാൽ a particular person sending a letter to his friend, a particular person sending a letter to his friend, sending a letter എന്ന് പറയുന്ന മീഡിയമാണ്, നേരിട്ടല്ലല്ലോ, മീഡിയമാണ്. So that is an example of mediated communication. മനസ്സിലായല്ലോ? ഇപ്പം I am talking to you, നോട്ട് ഡയറക്റ്റ്ലി, നേരിട്ട് പറയല്ലോ, ഈ മീഡിയത്തിലൂടെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇതിന്റെ വോയിസ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ നെറ്റിന്റെ കണക്ടിവിറ്റി പോയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരും. ഓക്കെ, അതാണ് ലാപ്പിൽ പറ്റിയത്. ഇപ്പൊ ഞാൻ നേരിട്ട് മൊബൈലിലൂടെ കയറിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല നമ്മളിപ്പോ നടത്തുന്നത്, ഒരു മീഡിയം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ കമ്മ്യൂണിക്കേഷനെ നമുക്ക് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുക. Two friends are talking together over phone. ഫോണിലൂടെ രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മീഡിയേറ്റഡ് ആണ്. ഓക്കെ, എന്നാൽ രണ്ട് വ്യക്തികൾ അടുത്ത് നിന്ന് സംസാരിക്കുന്നു, ഡിറക്റ്റ് ആണ്. അത് ഓർത്തിരുന്നാൽ മതി. കോൺവെർസേഷൻ ഇൻ എ ഫാമിലി, കോൺവെർസേഷൻ among the family members is an example of direct communication. Conversation in a classroom, direct communication. ഓക്കെ, അത് ക്ലിയർ ആണ്. നമുക്ക് മീഡിയം ഉപയോഗിക്കാതെ നേരിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് സംവേദിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിറക്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു മീഡിയം ഉപയോഗിച്ച് പറയുമ്പോൾ മീഡിയേറ്റഡ്. അത് ഫോണിലൂടെ ആകാം, കത്തെഴുതിയാകാം, മെയിൽ അയച്ചാകാം, ഇന്റർനെറ്റിലൂടെ മെയിൽ അയച്ചാകാം. ഇമെയിൽ എന്നൊക്കെ പറയുന്നത് മീഡിയേറ്റഡ് ആണ്. ഓക്കെ, ദെൻ on the basis of mode of transmission എന്ന് പറയും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് നമ്മൾ അയക്കുന്ന ആ മോഡിന്റെ വ്യത്യാസം അനുസരിച്ച് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്നും പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ കമ്മ്യൂണിക്കേഷൻ, സിംഗിൾ ചാനൽ. പാരലൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ചാനൽ കമ്മ്യൂണിക്കേഷൻ. സിംഗിൾ എന്നുള്ളതിന് സീരിയൽ എന്ന് ഓർത്തിരിക്കണം, രണ്ടും എസ് ആണല്ലോ. എസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സീരിയൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ, പാരലൽ എന്ന് പറഞ്ഞാൽ മൾട്ടി ചാനൽ. ഒന്നിൽ കൂടുതൽ ചാനൽ ഉള്ളതിനെയാണ് പാരലൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു ഓഫീസില് ഒരു ഫോണിന്റെ ഒരു ലൈനേ ഉള്ളെങ്കിൽ അത് സിംഗിൾ ചാനൽ കമ്മ്യൂണിക്കേഷൻ ആണ്, സീരിയൽ. അതുകൊണ്ട് നമ്മൾ ആ ഫോണിലേക്ക് വീണ്ടും വിളിക്കുന്നുണ്ടെ അത് എൻഗേജ്ഡ് ആണെന്ന് പറയും. എന്നാൽ രണ്ടോ മൂന്നോ ചാനലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഓഫീസറുടെ ഒരു വലിയ മാനേജർ ആണെങ്കിൽ മാനേജറുടെ മേശപ്പുറത്ത് മൂന്നും നാലും ഫോണൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് എടുത്ത് കല്ലുവെന്ന് വെക്കുന്നതാണ്. ഒരേ സമയത്ത് രണ്ടും മൂന്നും ഫോണ് അറ്റൻഡ് ചെയ്യുന്ന നമുക്ക് സമയങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് മൾട്ടി ചാനൽ എന്നാണ്. അത് പാരലൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സിംഗിൾ ചാനൽ ആണെങ്കിൽ അതിനെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വിളിക്കും. ഒന്നിൽ കൂടുതൽ ചാനൽ ഉപയോഗിക്കുന്നതിനാണ് മൾട്ടി ചാനൽ എന്ന് പറയുന്നത്. ആ മൾട്ടി ചാനൽ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ. ഇഫ് വി യൂസ് മൾട്ടി ചാനൽ, മോർ ദാൻ വൺ ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് പാരലൽ കമ്മ്യൂണിക്കേഷൻ. സിംഗിൾ ചാനൽ ആണെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഓർത്തിരിക്കുക. എസ് ഉപയോഗിച്ച് അത് രണ്ടും ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ദെൻ ഒരു ടൈപ്പ് കൂടെ നമുക്കത് പരിചയപ്പെടാം. ഓൺ ദ ബേസിസ് ഓഫ് culture of the society. Culture of the society. It is intra-cultural communication, intercultural communication.
ഇൻട്രാ എന്ന് പറഞ്ഞ വാക്ക് ഓർത്തിരിക്കണം, വിതിൻ എന്നാണ്, അതിനുള്ളിൽ തന്നെ എന്നാണ്. ഇൻട്രാ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിതിൻ ഈ കമ്മ്യൂണിക്കേഷൻ വിതിൻ ദ സെയിം കൾച്ചറൽ ഗ്രൂപ്പ് എന്ന്. ഒരു കൾച്ചറൽ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ നടക്കുന്ന, അതിനുള്ളിൽ തന്നെ നടക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണം പറഞ്ഞാല് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഡയലോഗ്, എ ഡയലോഗ് കണ്ടക്റ്റഡ് for the members of a single diocese or a single cultural group. ഒരു സെയിം കൾച്ചറൽ ഗ്രൂപ്പിൽ, ഒരു സിംഗിൾ കൾച്ചറൽ ഗ്രൂപ്പ്, അതിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് അറേഞ്ച് ചെയ്യാണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻട്രാ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. എന്നാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഔട്ട്സൈഡ് കൾച്ചറൽ ഗ്രൂപ്പ് ആണ്. ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ഡയലോഗ് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു കൾച്ചറൽ ഗ്രൂപ്പും മറ്റൊരു കൾച്ചറൽ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഡയലോഗ് നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ തമിഴ്നാടിന്റെ നേതാക്കളും കേരളത്തിന്റെ നേതാക്കളെയും വിളിച്ചുകൂട്ടി, കേന്ദ്ര ഗവൺമെന്റ് ഇവരെ വിളിച്ചുകൂട്ടി കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ, അന്ന് നടത്തിയിട്ടുണ്ടായി, പക്ഷെ അതൊന്നും വിജയിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് മലയാളത്തിനൊരു കൾച്ചറുണ്ട്, തമിഴ്നാട്ടിന് അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. ഈ രണ്ട് കൾച്ചറൽ ഗ്രൂപ്പായിട്ടാണെങ്കിൽ ഇവർ തമ്മിൽ നടത്തിയ ഡയലോഗിന് പറയുന്ന പേര് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഈ ഡിഫറെന്റ് ടൈപ്സിൽ ഏതെങ്കിലും ഞാൻ വീണ്ടും ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എല്ലാം ക്ലിയർ ആയോ? സർ, കണ്ടിജിയസ് ആൻഡ് നോൺ കണ്ടിജിയസ് എന്ന് പറയാമോ സർ? ഓക്കെ ഓക്കെ. കണ്ടീഗ്വസ് എന്ന് പറഞ്ഞാല് അതായത് സെൻഡറും റിസീവറും നേരിട്ട് ഡയറക്റ്റ് ടച്ചിൽ ആയിരിക്കും. കണ്ടീഗ്വസ് നേരിട്ട്, നമുക്ക് നേരിട്ട് സംവേദിക്കാം, നേരിട്ട് സംസാരിക്കാം, നേരിട്ട് പറയാം. അതിനെയാണ് നമ്മൾ കണ്ടീഗ്വസ് എന്ന് പറഞ്ഞത്. നോൺ കണ്ടീഗ്വസ് എന്ന് പറഞ്ഞാൽ ദ സെൻഡർ ആൻഡ് റിസീവർ ആർ നോട്ട് ഇൻ ഡയറക്റ്റ് ടച്ച്. ഡയറക്റ്റ് ടച്ച് അല്ല. അവര് നമ്മളൊരു മെസ്സേജ് അയച്ചു കൊടുത്തു, പക്ഷെ അവർക്ക് എപ്പോഴെങ്കിലും അത് കിട്ടിക്കഴിഞ്ഞാൽ അവര് തിരിച്ച് മറുപടി അയക്കുന്നു. നമ്മൾ മറുപടി അയച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഡയറക്റ്റ് ആയിട്ട് ടച്ചിൽ വരണമെന്നില്ല. ഇപ്പൊ ഫോൺ വിളിച്ച് നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ സെൻഡറും റിസീവറും ഡയറക്റ്റ് ടച്ചിലുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഇത് ഡയറക്റ്റ് ടച്ചിലേക്ക് വരുത്താൻ പറ്റും. അപ്പൊ ആ സമയത്ത് അതിനെ നോൺ കണ്ടീഗ്വസ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് ചില മെസ്സേജ് അങ്ങോട്ട് അയച്ചു തരും. അത് നിങ്ങൾക്ക് എപ്പോഴേലും അത് കിട്ടുമ്പോഴാണ് അത് കാണുന്നത്. എന്നിട്ട് അതിന്റെ മറുപടി നിങ്ങൾ അയക്കുമ്പോൾ എനിക്ക് പിന്നെ നെറ്റൊക്കെ കിട്ടി, എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നാണ് ഞാനിത് കാണുന്നത്. അപ്പൊ നിങ്ങൾ അയക്കുന്നതോ നിങ്ങൾ ചെയ്യുന്നതോ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ സംസാരം കേൾക്കാൻ അന്നേരവും പറ്റുന്നില്ല. എനിക്ക് വോയിസ് ആയിട്ടൊക്കെ ഇട്ട് തന്ന് വാട്സാപ്പിലൂടെ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ SMS ആയിട്ട് അയച്ചു തന്ന് ഞാൻ മെസ്സേജ് ആയിട്ട് കാണുന്നു. ഇങ്ങനൊക്കെ പറയുന്നതിനെയൊക്കെ നോൺ കണ്ടീഗ്വസ് എന്നാണ് പറയുന്നത്. അപ്പൊ സെൻഡറും റിസീവറും നേരിട്ട്, ഇഫ് ദ സെൻഡർ ആൻഡ് ദ റിസീവർ are in direct contact, direct touch, then that communication is called contiguous communication. നേരിട്ടല്ലാതെ നടത്തുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയും വിളിക്കുന്നത് നോൺ കണ്ടീഗ്വസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, yes sir, clear. താങ്ക് യു. Thank you sir. താങ്ക് യു. അപ്പൊ നമ്മൾ ഇനിയും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ നമുക്ക് പിന്നെ വെർബൽ, നോൺ വെർബൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു.
വെർബൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭാഷ ഉപയോഗിക്കണം. അത് എപ്പോഴും ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തിരുന്നോ, ഭാഷ. ഇഫ് കമ്മ്യൂണിക്കേഷൻ മേക്സ് യൂസ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജ് ആണ്, അതായത് അതിന്റെ ഭാഷയുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകളും അതിന്റെ വാചകങ്ങളുമായിട്ട് വേർഡ്സ് ആൻഡ് സെന്റൻസസ് എഴുതി, അത് എഴുതിയാകാം, അപ്പൊ റിട്ടൺ ആകും, അല്ലാതെ ഓറലായിട്ടാകാം. രണ്ടിനെയും നമ്മൾ വെർബൽ എന്ന് വിളിക്കും, ഐദർ റിട്ടൺ ഓർ ഓറൽ. അത് ഓറലിന് ഓഡിയോ വെർബൽ എന്നും പറയാം. അപ്പൊ ഓഡിയോ ആണെങ്കിൽ പിന്നെ നമുക്ക് കേൾക്കാനേ പറ്റുന്നു, ആളവിടെ നമുക്ക് ആളിനെ കാണാനൊന്നും പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അതെല്ലാം ലാംഗ്വേജ് ആണല്ലോ, ഭാഷയാണല്ലോ. നമ്മൾ റേഡിയോ ലെസൺ കേൾക്കുന്നു, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സിഗ്നൽ ഇൻ എ ട്രാഫിക്, സിഗ്നൽ ഇൻ എ ട്രാഫിക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ സിഗ്നൽ എന്ന് പറയുന്നത് ലൈറ്റ് കത്തുകയുള്ളൂ, അതിനകത്ത് അവിടെ നിന്ന് സ്റ്റോപ്പ് എന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. റെഡ് കണ്ടാൽ നമ്മൾ പിന്നെ ഗ്രീൻ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും, യെല്ലോ ആയാലും നമ്മൾ പോകരുതെന്നാണ്. കാരണം ഉടൻ തന്നെ റെഡ് വരുന്നു, അതുകൊണ്ട് യെല്ലോ കണ്ടാൽ പിന്നെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യരുതെന്നാണ് അതിന്റെ അർത്ഥം. ചെയ്തു പോയാൽ പിന്നെ ഇടയ്ക്ക് വെച്ച് നമുക്ക് പ്രശ്നമൊക്കെ, പോലീസുകാർ വഴക്ക് പറയും. ഓക്കെ, വെർബലിനെ നമുക്ക് പലതായിട്ട് തിരിക്കാം, റിട്ടൺ, ഓറൽ, വിഷ്വൽ എന്നൂടെ പറയും. വിഷ്വൽ ഉണ്ട്, ഓഡിയോ വിഷ്വലും ഉണ്ട്. റിട്ടൺ ഉണ്ട്, ഓറൽ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഓഡിയോ വിഷ്വൽ ഉണ്ട്. അപ്പൊ ഇത് വെർബലിന്റെ പല ക്ലാസിഫിക്കേഷൻസ് ആണെന്ന് ഓർക്കുക. റിട്ടൺ എക്സാമ്പിൾ എഴുത്തുകള്, കത്തുകള്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ. പ്രിന്റ് ഐറ്റംസ് എല്ലാം തന്നെ റിട്ടൺ ആണ്. ഓറൽ എന്ന് പറഞ്ഞാൽ റേഡിയോ ലെസൺ ഉൾപ്പെടെ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നു, എല്ലാം തന്നെ ഓറൽ. വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ്, മാപ്സ്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ അതാണ് വിഷ്വൽ. ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ടി വിയിലൂടെ നമ്മൾ കാണുന്നത്, ഇന്റർനെറ്റിലൂടെ എടുക്കുന്നത്, എല്ലാം തന്നെ ഓഡിയോ വിഷ്വൽ. ശബ്ദവും വാക്കുകളും നമുക്ക് കേൾക്കാൻ പറ്റും, എല്ലാം പക്ഷെ വെർബലാണ്. ഓക്കെ, അതൊരു ക്ലാസിഫിക്കേഷൻ ആണെന്നേ. ഓക്കെ, ഇനി നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നത്, ഇന്നല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ആദ്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ, ആ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ്: ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ 4 കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊസൈറ്റി എന്നുള്ളതും, മാസ് മീഡിയ, മീഡിയ ആൻഡ് സൊസൈറ്റി, മീഡിയ എങ്ങനെ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വിത്ത് സെൽഫ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇവിടെ കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ് എന്ന് പറയും കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സെൽഫ്. ബിഗിൻസ് വിത്ത് സെൽഫ്, സെൽഫിൽ തുടങ്ങി സെൽഫിൽ തന്നെ അവസാനിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏതാണ്? Interpersonal communication. In which communication the sender and the receiver are the same person. Interpersonal communication. In which communication there is only one person involved. Intrapersonal communication. ഇതെല്ലാം ചോദിച്ചാൽ ഒന്ന് തന്നെയാണ്, intrapersonal communication തന്നെ. അപ്പൊ ഇത് വളരെ കാര്യമായിട്ട് നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. സ്വയം വികാസത്തിന്, സെൽഫ് ഡെവലപ്മെന്റിനൊക്കെയും സഹായിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Then interpersonal communication is also called one-to-one communication. One person is communicating with the other person. One-to-one, interpersonal communication. Then group communication, communication within a group of people or with other groups, with different groups, between groups and among groups. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ രണ്ടിലധികം ഗ്രൂപ്പുകൾ തമ്മിലോ ഒക്കെ സംവേദിക്കുന്നതിനെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ വിളിക്കും. ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ടോക്സ് എന്ന് പറയുന്നു. രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ടോക്സ് നടത്തുന്നു. ഒരു കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരു
ഒരു ടോക്ക് വെക്കുന്നു. ഏതെങ്കിലും ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് ഈ രണ്ട് പിന്നെ ഗ്രൂപ്പ്സ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഒരു ടോക്ക് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ടോക്ക് എന്ന് പറയുന്നു. അതൊരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ബൈ ലാർജ് മാസ് ഓഫ് പീപ്പിൾ ബിയോണ്ട് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അതിരുകളില്ലാതെ ലാർജ് മാസ് ഓഫ് പീപ്പിൾ കൺസ്യൂം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ടെലിവിഷൻ transmission. Transmission through television is an example of mass communication. Newspapers is an example of mass communication. Radio, transmission through radio. റേഡിയോയിലൂടെ പ്രക്ഷേപണങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചില പ്രത്യേക ചാനൽസ് ഉണ്ട്. ഇഗ്നോവിന് ഒരു ചാനൽ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഗ്യാൻ ദർശൻ. ഗ്യാൻ ദർശൻ എന്ന് പറയുന്ന ഇഗ്നോവിന്റെ ചാനൽ ശരിക്കും മാസ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾ ആണ്. യൂസ്ഡ് ബൈ ലാർജ് മാസ്. എവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്ത് അത് കാണാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അത് മാസ് കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്. ഇതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റേഷൻ അങ്ങോട്ട് നിർത്തിയിട്ട് നമുക്കൊരു 4 വരി പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നോക്കട്ടെ, എല്ലാ ലാപ്പിലും നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാം. ഇല്ലെങ്കിൽ ഞാൻ ഓറലി വായിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നു നോക്കാം. നിങ്ങൾക്ക് പറയാൻ പറ്റും, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ അടുത്ത ദിവസം അതുകൂടെ ചേർത്ത് ഞാൻ കാണിച്ചു തരാം. രണ്ടിലേതെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഏതായാലും നിങ്ങൾ വിട്ടുപോകരുത്, ഇതിൽ തന്നെ നിൽക്കുക. ഓക്കെ, ശരി. വളരെ മനോഹരമായിട്ടുള്ള ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണിത്. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ.
ഹലോ മോ കാണാമോ കാണുന്നില്ലയോ? കാണാം സർ. കാണാം. ഓക്കെ 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 ശരി ശരി ശരി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഹലോ. ഓ അതെ, ഇപ്പൊ കേൾക്കാമോ? യെസ് സർ, കേൾക്കാം. അതെ, ഞാൻ ഓഡിയോ ഓഫ് ചെയ്തായിരുന്നു മുമ്പേ. ഓഡിയോയും വീഡിയോയും ഓഫ് ചെയ്തേക്കുമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ, സോറി. ഓക്കെ. ഓ അതാണ് നിങ്ങൾ ഒന്നും സംസാരിക്കാഞ്ഞത്, ഞാൻ ഓർത്ത് എന്താണ്. ഓക്കെ, താങ്ക് യു അതുൽ, അയന, അമ്പിളി, അതുൽ. ഞാന് മുമ്പേ പറഞ്ഞു തന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, the type of communication that the teacher has in the classroom is termed as. 2012 ഡിസംബറിൽ ചോദിച്ചതാണിത്. നമ്മൾ ഇന്റർപേഴ്സണൽ അല്ല, മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് എഴുതും. ഫേസ് ടു ഫേസ് എന്ന് ഓർക്കില്ല. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ മോർ അപ്രോപ്രിയേറ്റ് വേർഡ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. കാവ്യ, രേഷ്മ, വിദ്യാഹരിത, സുജ എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. അശ്വതി, ദീപ എല്ലാവരും. മതി. വെരി ഗുഡ്, താങ്ക് യു. 2 വർഷം കണ്ടിന്യൂസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തരാം. 2012 ഡിസംബറും ആൻഡ് 2013 ജൂൺ കണ്ടിന്യൂസ് 2 പ്രാവശ്യം ചോദിച്ചത് സെയിം. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ടീച്ചർ റെസ്റ്റ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഏത് പ്രിൻസിപ്പിളിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇൻഫോർടൈൻമെന്റ് എന്ന് പറഞ്ഞാല് ഇൻഫോർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നാണ്. എഡ്യൂടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് എന്നാണ്. എഡ്യൂക്കേഷൻ ത്രൂ എന്റർടൈൻമെന്റ്. പിന്നെ എന്റർടൈൻമെന്റ് മാത്രം പറയുന്നതാണോ? പവർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ് എന്നാണ്. എൻലൈറ്റൻമെന്റ് ഒന്നും ക്ലാസ്സിലൂടെ നമുക്ക് ഉണ്ടാവത്തില്ല, അത് വല്ല മെഡിറ്റേഷനിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ സിയും ഡിയും അല്ല. പിന്നെ ഇൻഫോർടൈൻമെന്റ് ആണോ എഡ്യൂടൈൻമെന്റ് ആണോ വേണ്ടത്? ഇൻഫോർമേഷനേക്കാൾ കുറച്ചുകൂടെ ഹയർ ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ത്രൂ എന്റർടൈൻമെന്റ് ആണ് ഉണ്ടാവേണ്ടത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, കറക്റ്റ് ആണ്. കാവ്യ, രേഷ്മ, ഡോക്ടർ ശാലിനി, സജിത, അതുൽ, ദേവിക, ഗൗരി കൃഷ്ണ എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഡ്യൂടൈൻമെന്റ് ആണ്. നോക്കിയ 2 വർഷം കണ്ടിന്യൂസ് ചോദിച്ചതാണ്.
എഡ്യൂട്ടൈൻമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇൻഫോർടൈൻമെന്റ് അല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഫോർമേഷൻ മാത്രമാണ്. എന്നാൽ സിസ്റ്റമാറ്റിക്കലി ഇന്റഗ്രേറ്റഡ് ഇൻഫോർമേഷനെ പറയുന്ന പേരാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇൻഫോർമേഷനാണ്, അല്ല വെറും ഇൻഫോർമേഷൻ അല്ല. മനസ്സിലായില്ലേ? ഒരു സബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എത്രയോ ആശയങ്ങളെ ക്രോഡീകരിച്ച് അത് എന്താ കണ്ടിന്യൂസ് ആയിട്ട് ആ കണ്ടിന്യൂറ്റിയും ഇന്റഗ്രേഷനും എല്ലാം പരിഗണിച്ചാണ് അതിനകത്ത് അറേഞ്ച് ചെയ്യുക. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇൻഫോർമേഷനേക്കാൾ വളരെ ഹയർ ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടേം തന്നെയാണ്. അതുകൊണ്ടാണ് എഡ്യൂട്ടൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണും. അതുൽ, ദേവിക, ഗൗരി കൃഷ്ണ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. ഇതൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ പഠിച്ചതാണ്. നിങ്ങളിപ്പോ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ജൂൺ 2013 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ? ഞാനിതങ്ങ് പറഞ്ഞു തരികയാണ്, നിങ്ങൾ ചെയ്യുന്നത് പിന്നീടായാലും മതി. ഓ, ഡി ആണ് ഗൗരി കൃഷ്ണ, ഡി ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് പറ, ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണ്ട. ഗൗരി പ്ലീസ് ലിസൺ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് സെന്ററിനെ കൊണ്ടാണ്. സെന്ററിന്റെ വേറൊരു പേര് കമ്മ്യൂണിക്കേറ്റർ എന്നാണ്. കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സോഴ്സ്, കമ്മ്യൂണിക്കേറ്റർ, മെസ്സഞ്ചർ എന്നൊക്കെയാണ് തുടങ്ങുന്ന വാക്ക്. കമ്മ്യൂണിക്കേറ്റർ ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഇവിടെ എയും സിയും മാത്രമേ കമ്മ്യൂണിക്കേറ്റർ കൊണ്ട് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിലേതെങ്കിലും ഒന്നാണ്. ഓ, വെരി ഗുഡ്, ഇപ്പൊ പിടികിട്ടി അല്ലേ? വെളിപാട് കിട്ടി. ഫൗസിയ, മഞ്ജു, വിദ്യ. എനിക്ക് വായിക്കാൻ പറ്റാത്തതുപോലെ പടപടാന്ന് പൊക്കോണ്ടിരിക്കുന്നു. SMR CCBF. ഓ, വെരി ഗുഡ് ഡോക്ടർ ശാലിനി, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നല്ല സമർത്ഥരായ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയാണ്. സി എന്ന് പറയാതെ ഒരു പൂ ചോദിച്ചപ്പം പൂക്കാലം എടുത്ത് തരുന്നു കേട്ടോ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു, അല്ലേ? അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് മിടുക്കറുടെ ലക്ഷണം. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേറ്റർ സെന്റർ ആണ്. അത് കഴിഞ്ഞ് വരേണ്ടത് മെസ്സേജ് വരണം. ഇവിടെ SMR എന്നുള്ള ഓർഡർ അല്ല ഇവിടെ, പക്ഷേ നമ്മൾ ഓർത്തിരിക്കുക സെന്റർ ആണ് ആദ്യത്തേത്, കമ്മ്യൂണിക്കേറ്റർ. അത് കഴിഞ്ഞ് മീഡിയം വന്നാൽ എങ്ങനെ നോക്കുന്നേ? മെസ്സേജ് ഏറ്റവും ലാസ്റ്റ് വന്നാൽ എങ്ങനെ നോക്കുന്നേ? പറ്റില്ല. അപ്പൊ സി ആണ്. കമ്മ്യൂണിക്കേറ്റർ കഴിഞ്ഞ് മെസ്സേജ് അയക്കാനുള്ളത് ഒരു മീഡിയത്തിലൂടെ മെസ്സേജ് അയക്കുമ്പോൾ റിസീവർ അത് സ്വീകരിക്കുന്നു. സ്വീകരിച്ചിട്ട് റിസീവറുടെ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. റിസീവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഫീഡ്ബാക്ക് ആയിട്ട് പറയാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകുന്ന വലിയ സന്തോഷവും സംതൃപ്തിയുമാണ് നമ്മൾ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് സി. അതുൽ എസ് കൃഷ്ണൻ ഏതാണ് പറഞ്ഞത്? ഒരു സന്തോഷം മാത്രം കാണിച്ചതേ ഉള്ളൂ. അതിൽ പറഞ്ഞ ആൻസർ ഏതാണ്? സി ആണ് സാർ. സി ആണ്. താങ്ക് യു വെരി മച്ച്. സാറിന്റെ പാട്ട് കണ്ടിട്ടാ സിമ്പിൾ ഇട്ട്. ഓ, അത് ശരി, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രയാസമേ എനിക്കുള്ളൂ കേട്ടോ. ഓക്കെ, എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, 2017 ജാനുവരിയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്നോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ ആ സെയിം. ആരാണ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. എക്സ്പ്രസീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡ്രിവൺ ബൈ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സെന്ററുമായി ബന്ധപ്പെട്ടതായിരിക്കണം. സംതിങ് റിലേറ്റഡ് ടു സെന്റർ. സെന്ററിന്റെ വേറൊരു പേരാണ് എൻകോഡർ. അതെല്ലാം ഓർത്തിരുന്നോണം കേട്ടോ. വിദ്യയാണ് ആദ്യമായിട്ട് അതിന്റെ ആൻസർ പറഞ്ഞത്, നമ്പർ 2 അല്ലെങ്കിൽ ബി. ഓക്കെ, വെരി ഗുഡ്. എൻകോഡേഴ്സ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷേ നാലാമത്തേത് പറഞ്ഞിരിക്കുന്നത് എൻകോഡർ ഡീകോഡർ കോൺട്രാക്ട് എന്നാ പറഞ്ഞത്. ഒരിക്കലും അല്ല, അവിടെ ഡീകോഡർ വരുന്നേ ഇല്ല.
വരുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല, ഒരുപക്ഷെ അദ്ദേഹം കൂടെ അതിനകത്തൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷേ എൻകോഡറിന്റെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസീവ് ആയിട്ട് മാറുന്നത് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. നമ്പർ 2 അതാണ് കറക്റ്റ്. ഓക്കെ, നിങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. Then 2013 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഇമ്പോർട്ടൻറ്റ് when a teacher communicates with his or her student. ഒരു കുട്ടിയുമായി സംവേദിക്കുമ്പോൾ ഒരു അധ്യാപകൻ പ്രകടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ്? സിമ്പതിയാണോ, എമ്പതിയാണോ, അപ്പതിയാണോ, ആന്റിപ്പതിയാണോ? അപ്പതിയും ആന്റിപ്പതിയും അല്ല. അത് ഏതാണ്ട് വിരക്തിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് വിരോധമെന്നോ ആന്റി വാക്കുകളാണത്, ആന്റിപ്പതി. അപ്പൊ സിയും ഡിയും അല്ല. അപ്പം സിമ്പതിയാണോ എമ്പതിയാണോ വേണ്ടിയത്? വെരി ഗുഡ്, വെരി ഗുഡ്. കാവ്യ, ദീപ, സുജ, അതുൽ, ഷൈനി, SR എല്ലാവരും ബി ആണ് പറഞ്ഞത്. അത് കറക്റ്റ് ആണ്, എമ്പതി. ഇപ്പൊ ഇവിടെ സിമ്പതി എന്ന വാക്ക് പറയുമ്പോൾ അയ്യോഭാവം എന്നാണ് മലയാളം പറയുന്നത്. അയ്യോഭാവം, ഒരാളിനോട് അയ്യോ കഷ്ടമായി പോയല്ലോ, ഒരു അയ്യോഭാവം തോന്നിയിട്ട് ഒരു കാര്യമില്ല. എമ്പതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, എമ്പതൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് പ്രയാസം എനിക്കുണ്ടാകുമായിരുന്നു എന്ന് ആ പ്രശ്നം എന്റേതായിട്ട് കണക്കാക്കി ഞാൻ ഏറ്റെടുക്കുകയും അതിൽ പങ്കാളിയാവുകയും അത് പരിഹരിക്കാൻ എന്നാലാവുന്നത് ചെയ്യുകയും ചെയ്യുക. ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അധ്യാപകൻ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ട സ്വഭാവ വിശേഷമാണ് അല്ലെങ്കിൽ ഗുണവിശേഷമാണ് എമ്പതി എന്നത്. ഓക്കെ, 2013 ഡിസംബറിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കമ്മ്യൂണിക്കേഷൻ മിത്സ് ഹാവ് പവർ ബട്ട് ആർ. മിത്സിന് പവർ ഉണ്ട്, എന്നാൽ അത് അൺകൾച്ചറൽ ആണോ, ഇൻസിഗ്നിഫിക്കന്റ് ആണോ, ഇംപ്രിസൈസ് ആണോ, അൺപ്രിഫേർഡ് ആണോ? ഇതിലേതാണ് കറക്റ്റ്? വെരി ഗുഡ്. അതുലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. സി കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബാക്കിയൊന്നും വരില്ലേ? അൺകൾച്ചറൽ ആവില്ലേ, ഇൻസിഗ്നിഫിക്കന്റ് ആവൂല്ലേ? മിത്സ് ഇൻസിഗ്നിഫിക്കന്റ് അല്ലേ? അൺപ്രിഫേർഡ് വരുത്തില്ലേ? അവിടെ പ്രശ്നമായി അല്ലേ? നമുക്കൊരു ചെറിയ സംശയം വന്നു. ഡോക്ടർ ശാലിനി, ഇൻസിഗ്നിഫിക്കന്റ് വരില്ല അല്ലേ? സിഗ്നിഫിക്കൻസ് വേണ്ട സർ. ഏതാണ് സിഗ്നിഫിക്കൻസ്? കമ്മ്യൂണിക്കേഷനിൽ വരേണ്ടതല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. മിത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ മിഥ്യകൾ എന്നാണ്. മിഥ്യ. അതെ അതെ. മിത്ത്, മിത്ത് എന്ന് പറഞ്ഞാല് റിയൽ അല്ല. മിത്തോളജി. മിത്സ് എന്ന് പറഞ്ഞാല് അയാഥാർത്ഥ്യങ്ങൾ എന്ന് പറയും. അയാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരാളിനെ ശകുനം കാണുന്നു, അയാളിനെ കണ്ടതുകൊണ്ടാണ് എനിക്ക് ബസ് കിട്ടാഞ്ഞത് എന്ന് നമ്മൾ അങ്ങ് പറയുന്നു. അപ്പൊ ആ ശകുനം കാണുക എന്ന് പറയുന്ന സാധനം ഒരു മിത്താണ്. യഥാർത്ഥത്തിലൊന്നും അല്ല, അയാളെ കണ്ടതുകൊണ്ട് സംഭവിച്ചതൊന്നും അല്ല പിന്നീടുള്ള കാര്യങ്ങളെല്ലാം. അത് മിത്താണ്. പക്ഷേ ആ മിത്തിന് പവർ ഉണ്ട്. ശരിക്കും ആളുകളുടെ മനസ്സിൽ അത് രൂഢമൂലമായി പതിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് പവർ ഉണ്ട്, പക്ഷെ അത് എന്തല്ല എന്നാണ് ചോദ്യം. ഇവിടെ അൺകൾച്ചറൽ എന്ന് പറഞ്ഞാല് അത് കൾച്ചറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, അത് കൾച്ചറിന്റെ ഭാഗം തന്നെയാണ്. മനസ്സിലായോ? കൾച്ചറിന്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കൾച്ചർ. അതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ കൾച്ചർ. ഇറ്റ് ഈസ് നോട്ട് ടേംഡ് ആസ് ഡോക്ടർ ശാലിനി, ഇംപ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ക്ലിയർ ഇൻ മീനിങ്. പ്രിസൈസ് അല്ല. ദർ ഇസ് നോ പ്രിസിഷൻ. ആക്യുറസി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ദർ ഇസ് നോ ആക്യുറസി. ഇംപ്രിസൈസ് എന്ന് പറഞ്ഞാല് പ്രിസിഷൻ ഇല്ല. ദർ ഇസ് നോ പ്രിസിഷൻ അറ്റ് ഓൾ. ആക്യുറസി ഇല്ല. നമ്മളിപ്പോ ഒരാളിനെ കണ്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ശരിയല്ല എന്ന് നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ശരിയല്ലാതെ ആവണമെന്നൊന്നുമില്ല. അങ്ങനെ എപ്പോഴും വരത്തില്ല. നമ്മൾ പോകുന്ന യാത്ര കറക്റ്റ് ആവും, സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും. അന്നേരം നമ്മൾ ആരും മിണ്ടത്തില്ല. പക്ഷേ
വേറൊരു സമയത്ത് അതേ വ്യക്തിയെ തന്നെ കണ്ടു പോയി ചില പ്രശ്നങ്ങൾ ഉണ്ടായിച്ചു വരികയാണ്. ആണ്ട് ഇന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയാന്നും പറഞ്ഞ് നമ്മൾ എടുത്ത് പറയാൻ തുടങ്ങും. അതാണ് കുഴപ്പം. മനസ്സിലായില്ലേ? ഇനി പ്രിസിഷൻ ഇല്ല എന്ന് പറയും. പക്ഷേ സിഗ്നിഫിക്കന്റ് ആണത്. ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ആളുകൾ അതിന് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അതിനെ പരിഗണിക്കുന്നുണ്ട്. അൺപ്രിഫേർഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് പ്രിഫേർഡ് മച്ച്. മെജോറിറ്റി ഓഫ് പീപ്പിൾ പ്രിഫർ ഇറ്റ് എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വിവാഹത്തിന് ഇറങ്ങിപ്പോകാൻ നേരത്ത് അമ്മയൊക്കെ ആ പഠിക്കേന്ന് ഇങ്ങോട്ട് നടത്തിച്ചു കൊണ്ടുവരും. അമ്മ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും. എന്തിനാണ്? ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു ശകുനം ഉണ്ടാക്കി കാണുകയാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല കേട്ടോ. മറ്റേത് തന്നെ ഇംപ്രിസൈസ് ആണ്. പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ആ പോക്കിന്റെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാലൊന്നും വിജയമാവില്ല. അത് ശകുനം എന്നൊന്നും അതിനെ പറയാനും പറ്റൂല. മനസ്സിലായില്ലേ? പക്ഷെ ഇത് പ്രിഫേർഡ് ആണ്. ആളുകൾ മെജോറിറ്റി ഇത് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ മിത്സ് എല്ലാം തന്നെ പ്രിഫർ ചെയ്യുന്നതാണ്. അത് സിഗ്നിഫിക്കന്റ് ആണ്, കൾച്ചറലുമാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് പാർട്ട് ഓഫ് പോസിറ്റീവ് തിങ്കിങ് അല്ല. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അത് വളരെ സയന്റിഫിക് ആണ് ശാലിനി. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് തിങ്കിങ് എന്നാണ് അതിന്റെ മീനിങ്. അത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കാര്യകാരണ സഹിതം സമർത്ഥിക്കാൻ കഴിയുന്ന തരത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത്. പോസിറ്റീവ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ അവിടെ ഈ മിഥ്യ വരത്തില്ല, അവിടെ സൂപ്പർസ്റ്റിഷൻസ് ഒന്നുമില്ല. സയന്റിഫിക് തിങ്കിങ് എന്നാണ് അതിന്റെ മീനിങ്. അത് മിത്തല്ല കേട്ടോ. സർ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ അമ്മമാരെയൊക്കെ നിർത്തുന്നത് നമുക്കൊരു പോസിറ്റീവ് ഒരു ഇത് അതല്ലേ അതിന്റെ ഓക്കെ. ഓ, അതാണ് പറഞ്ഞത്. ഓക്കെ. അത് അങ്ങനെ വേണേ അത് വേണേ പറയാം. പാർട്ട് ഓഫ് പോസിറ്റീവ് തിങ്കിങ് നമുക്കൊരു എൻകറേജ്മെന്റ് അല്ലെ ഒരു ഇത് കിട്ടാൻ, കോൺഫിഡൻസ് കിട്ടാൻ അല്ലേ? കറക്റ്റ് ആണ്. അത് ശരിയാണ്. ഓക്കെ. ഞാൻ ഈ ആൻസറിന്റെ കാര്യം ഓർത്തുപോയി. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. നമ്മൾ നമുക്കൊരു ഉറപ്പ്, നമുക്കൊരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ദെൻ ജൂൺ 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് കംപ്ലീറ്റ് വെൻ എന്ന് ചോദിക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആണെങ്കിൽ, ഞാൻ അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള നേരത്തെ, ദ സെൻഡർ ട്രാൻസ്മിറ്റ്സ് ദ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ലേ? ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആണോന്നില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. ദ മെസ്സേജ് എൻഡേഴ്സ് ദ ചാനൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മെസ്സേജ് ലീവ്സ് ദ ചാനൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിസീവർ അത് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ നാലാമത്തേത് എന്താണ്? ദ റിസീവർ അണ്ടർസ്റ്റാൻഡ്സ് ദ മെസ്സേജ് എന്നാണ്. അവിടെയാണ് കറക്റ്റ്. റിസീവർ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് നമുക്കെങ്ങനെ മനസ്സിലാവും? ത്രൂ ഫീഡ്ബാക്ക്. അത് അവിടെ വരുന്നുണ്ട്. അണ്ടർസ്റ്റുഡ് ആണത്. We can understand that the receiver understands the message through feedback. Very good, Shalini. Exactly, you are correct. Ashwati also posted it. Feedback. Very good. Thank you so much. The receiver understands the message. അവിടെയാണ് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. 2019 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. 2015 ജൂൺ. ഇൻ കമ്മ്യൂണിക്കേഷൻ ദ ലാംഗ്വേജ് ഈസ്, സിമ്പിൾ ആണിത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കോഡ്, ദ സിംബോളിക് കോഡ്, നോൺ വെർബൽ. സിംബോളിക് എന്ന് പറഞ്ഞാലും നോൺ വെർബൽ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അപ്പൊ അതല്ല. വെരി ഗുഡ്. ഡോക്ടർ ശാലിനി, ദേവിക, ദീപ, അതുൽ, കാവ്യ, ഗൗരി കൃഷ്ണ, അശ്വതി, രേഷ്മ എസ് ബോസ്. വെരി ഗുഡ്. വെർബൽ കോഡാണ്. ഇനി അതൊന്നും നിങ്ങൾ മറക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതൊന്നും മറക്കുകയില്ല കേട്ടോ. ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് തരികയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, എന്നാൽ ഇതിന്റെ ആൻസർ ഒന്ന് പറയുക. 2015 ജാനുവരി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, കറക്റ്റ് ആണ്. ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻസ്, അത് കറക്റ്റ് ആണ് കേട്ടോ. ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ബോത്ത് ഇൻഫോർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതും കറക്റ്റ് ആണ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്.
കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലേ? then communication is a circular process. അത് മാത്രം നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. സി ആണോ കറക്റ്റ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരാൾ ഡി പറഞ്ഞല്ലേ, 1, 2 and 4. 3 അപ്പൊ ഇല്ലേ? കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നുള്ളത് കറക്റ്റ് ആണ് കേട്ടോ നമ്മള് വിദ്യ. ഇപ്പൊ നമ്മള് 3യെ വിട്ടുകളയാൻ പറ്റൂല. 1ഉം 2ഉം 3ഉം എന്തായാലും ഉണ്ടായിരിക്കണം. എ അല്ല, സോറി എ ആണ് കറക്റ്റ്. എ ആണ് കറക്റ്റ്. കാരണം എന്തറിയാമോ, കമ്മ്യൂണിക്കേഷൻ സർക്കുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി കനോട്ട് സേ ഫേം വെദർ ദ പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി circular always. No, there can be one-way communication also. നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ വൺ വേ ആണ്. മോണോലോഗിക് എന്ന് അതിന് പറയുന്നത്. ഞാനത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് മോണോലോഗിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാല് വൺ സൈഡഡ് എന്നാണ്. ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് വെരി പുവർ ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ഉടനെ തന്നെ അതിനൊരു മറുപടി കൊടുക്കുകയൊന്നുമല്ല. അവന് മറുപടി ഒന്നും കിട്ടത്തില്ല. കുറച്ചൊക്കെ കിട്ടും. ആരെങ്കിലും ഒക്കെ മെസ്സേജ് കൊടുക്കുവോ, ആ പരിചയമുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. അല്ലാതെ നമ്മൾ അവിടേക്കൊന്നും മറുപടി കിട്ടാനുള്ള ഒരു ഫീഡ്ബാക്കിനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്തില്ല. അപ്പോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ സർക്കുലർ പ്രോസസ് എന്ന് കോമൺ ആയിട്ട് നമുക്കങ്ങ് പറയാൻ പറ്റൂല. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് സർക്കുലർ. But communication, if communication needs to be effective, that should be circular in nature. മനസ്സിലായില്ലേ? ഇപ്പൊ സാർ വന്ന് ക്ലാസ്സിൽ ഒരു പ്രസംഗം നടത്തി, ആരോടും ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല, ആരുടെയും മുഖത്തുനിന്ന് എക്സ്പ്രഷൻസ് എടുത്തില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ഫീഡ്ബാക്ക് എടുത്തില്ല, ഒന്നും ചെയ്തില്ല, മെസ്സേജ് ക്ലാസ് എടുത്തിട്ട് ഇറങ്ങിപ്പോയി. അതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സർക്കുലർ അല്ല. സർക്കുലർ അല്ലാഞ്ഞത് കൊണ്ട് അത് കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. ബട്ട് മേ നോട്ട് ബി ഇഫക്റ്റീവ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് സർക്കുലർ. സർക്കുലർ അല്ലാഞ്ഞത് കൊണ്ട് ഒരുപക്ഷെ അത് ഇഫക്റ്റീവ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ പിടികിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ 4 എപ്പോഴും കറക്റ്റ് അല്ല. അപ്പൊ 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. തെറ്റാൻ സാധ്യതയുണ്ട്. 1, 2, 3 and 4 ഓൾ എല്ലാം കൂടെ ചേർത്തുള്ള സി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ഒരു സാധ്യത ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ആദ്യം നിങ്ങളും സി ആണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ അതല്ല എന്നുള്ളത് പിടികിട്ടി എന്ന് മനസ്സിലാകുന്നു. ശരിയായിട്ട് മനസ്സിലായോ? ഓക്കെ ഓക്കെ ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാം. 1, 2 ഒരു 3-4 ക്വസ്റ്റ്യനോടെ ഉള്ളൂ, നമുക്കത് ചെയ്തിട്ട് തീർത്താം. ഓക്കെ, ഡിസംബർ 2015 ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫൺ ദ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ്. ക്ലാസ് മുറിയിലെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത് സ്പ്യൂറിയസ് എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫാൾസ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. നമ്മൾ ഓർക്കും സ്പ്യൂറിയസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയും. പക്ഷെ അതിന്റെ മീനിങ് വരുമ്പോൾ ഫാൾസ് എന്നാണ് വരുന്നത്. അപ്പൊ ഒരിക്കലും വരൂല, നെഗറ്റീവ് വേർഡ് ആണത്. ക്രിട്ടിക്കൽ എന്ന് ഓൾവേസ് ക്രിട്ടിക്കൽ ഒന്നും അല്ല. സാറും കുട്ടിയും കൂടെ എപ്പോഴും അങ്ങ് തർക്കങ്ങൾ നടക്കുകയാണ്. യൂട്ടിലിറ്റേറിയൻ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രേഷ്മ, അമ്പിളി, ആൻ കെ ജോർജ്, ഗൗരി കൃഷ്ണ, ഓക്കെ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പറയുന്നു. ആൻസർ കാവ്യ, കവിത, എല്ലാവരും തന്നെ നന്നായിട്ട് പറഞ്ഞു. ഓക്കെ, യൂട്ടിലിറ്റേറിയൻ. കൺഫ്രണ്ടേഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റുമുട്ടൽ എന്നാണ്. കൺഫ്രണ്ടേഷണൽ. സാറും കുട്ടികളും കൂടെ ഏറ്റുമുട്ടുകയാണോ അവിടെ? ഒരിക്കലും ഇല്ല. ചില സമയത്തൊക്കെ ചില തർക്കങ്ങളോ ചില അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കാം. എന്ന് പറഞ്ഞ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ പറയുമ്പോൾ ഒന്നുമല്ല. യൂട്ടിലിറ്റേറിയൻ ആണ്. എല്ലാവർക്കും, ഇരു കൂട്ടർക്കും അത് പ്രയോജനപ്പെടുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. യൂട്ടിലിറ്റേറിയൻ. വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ 2015 ഡിസംബറിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് റൂം ദ കമ്മ്യൂണിക്കേറ്റേഴ്സ് ട്രസ്റ്റ് ലെവൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ. കമ്മ്യൂണിക്കേറ്ററുടെ ആ ഒരു വിശ്വാസ്യത നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യൂസ് ഓഫ് ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ എന്നാണ്. ചുമ്മാ ആവശ്യമില്ലാതെ പൊടിപ്പും തൊങ്ങലും കലർത്തി എന്തെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ട്രസ്റ്റ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ദ ചേഞ്ച് ഓഫ് വോയിസ് ലെവൽ ചേഞ്ച് ചെയ്തത് കൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ട്രസ്റ്റ് ലെവൽ മനസ്സിലാക്കാൻ പറ്റൂല. വിശ്വാസ്യത എന്നാ പറഞ്ഞ്, അത് സംതിങ് കുട്ടികളുമായിട്ടൂടെ ചേർന്നുള്ളതാ.
യൂസ് ഓഫ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ഒരിക്കലും ശരിയാവത്തില്ല. പിന്നെ ഏതാണ്? ഡി. വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യ, ഫൗസിയ, അമ്പിളി, ആൻ കെ ജോർജ്, ദീപ, അശ്വതി, സുജ, രേഷ്മ. രേഷ്മ എസ് ബോസ്. ഐ കോണ്ടാക്ട് ആണ്, ഐ കോണ്ടാക്ട് ആണ്. അതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റേഴ്സിന്റെ ട്രസ്റ്റ് ലെവൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുട്ടികളുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട്, പ്രത്യേകിച്ച് ഐ കോണ്ടാക്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി ഒന്നുകൊണ്ട് നമുക്ക് അതെല്ലാം വൺ സൈഡഡ് ആണ്. ഐ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റുഡൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ കറക്റ്റ്. ഓക്കെ സർ, സിയുടെ മീനിങ് എന്താ? ഇതാണ് സിയുടെ മീനിങ് എന്താ? വാട്ട് ഇസ് ദ സിയുടെ ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ അമൂർത്തങ്ങളായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. ക്ലിയർ ആയിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ സ്നേഹം എന്നൊക്കെ പറഞ്ഞാല് നമ്മള് സ്നേഹം എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹം എന്ന് പറഞ്ഞു കൊടുത്താലൊന്നും ക്ലിയർ ഒന്നുമല്ല. നമ്മുടെ അപ്പച്ചൻ നമ്മളെ എന്തോ ചെയ്യുന്നു, പപ്പ മോന് ഇഷ്ടം തോന്നുമ്പോ എന്തോ ചെയ്യും, മുട്ടായൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരത്തില്ലയോ, അങ്ങനെ ചെയ്യുന്നുള്ളു. അപ്പൊ നമുക്ക് മൊത്തത്തിൽ പറയാം നമ്മളെ പപ്പ സ്നേഹിക്കുന്നു എന്ന് പറയാം, അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. നേരിട്ടൊരു വസ്തു കാണിച്ചു കൊടുത്തോണ്ട് ഇതാണ് സ്നേഹം എന്ന് പറയാനൊന്നും നമുക്ക് പറ്റാത്തതിനെയാണ് ഈ ആബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അത് പറഞ്ഞത് കൊണ്ടൊന്നും അത് ഒന്നുകൂടെ കുഴച്ചിലാവത്തേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒന്നുകൂടെ കുഴയത്തേ ഉള്ളൂ. ഇതാണ് ഐ കോണ്ടാക്ട് ആണ് കറക്റ്റ് ആയിട്ട്. ഓക്കെ. ദെൻ ജൂലൈ 2016 ജാനുവരി 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയാൽ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചതായതുകൊണ്ട് നിങ്ങൾ പറയും. Imagine you are working in an educational institution where people are of equal status. Which method of communication is best suited, normally employed in such a context? എല്ലാം മനസ്സിലായിക്കോണം. പീപ്പിൾ ആർ ഓഫ് ഈക്വൽ സ്റ്റേറ്റസ് ആണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ ഏത് ഗ്രൂപ്പിൽ പെടുത്താം? ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, അതുകൊണ്ട് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, ക്രോസ് കമ്മ്യൂണിക്കേഷൻ. നമ്പർ 1 ആണോ? എ ആണ് അല്ലേ? നിങ്ങൾ എല്ലാവരും എയും 1ഉം ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നതാണത്. ഹൊറിസോണ്ടലിനെക്കാട്ടിൽ ബെറ്റർ വേർഡ്. വെരി ഗുഡ്. ആദ്യം പറഞ്ഞത് ആൻ കെ ജോർജ് ആണ്. ഒരു ക്ലാപ്പ് തരുന്നു. ദേവിക, അതുൽ, അമ്പിളി, ഡോക്ടർ ശാലിനി എല്ലാവരും ഇപ്പോൾ അത് ഓർത്തു വന്നു. ഏതാണ് കറക്റ്റ്? ഒരു വോയിസ് ഇട്ട് ഉറക്കെ ഒന്ന് പറഞ്ഞു. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. വെരി ഗുഡ്. ഇതാരായി പറഞ്ഞേ? ശാലിനി. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. സുജ, വിദ്യ, ഹരിദാസ് എല്ലാവരും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഇനി മറക്കരുത് കേട്ടോ. അതിന് മനഃപൂർവ്വം അവർ ഹൊറിസോണ്ടൽ തന്നിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് കമ്മ്യൂണിക്കേഷനെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഏതാണ് ബെറ്റർ വേർഡ് എന്ന് പറയാം? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പീപ്പിൾ ആർ ഓഫ് ഈക്വൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ വേർഡ് എന്താണ്? ഇമാജിൻ ദാറ്റ് യു ആർ വർക്കിംഗ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ where people are of equal status എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അവിടാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ. അത്ര ഒന്നിച്ച് സഹകരിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന മീനിങ് ആണ് അതിന് വരുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് കറക്റ്റ്. പറഞ്ഞു പറഞ്ഞു. സർ, ഇപ്പോ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഓപ്ഷൻസിൽ ഇല്ല എങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ ആൻസർ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാരാണ്? സർ, അമ്പിളിയാണ്. അമ്പിളിയാണ്. അമ്പിളി ഭയങ്കര മിടുക്കിയാണ് കേട്ടോ. താങ്ക് യു സർ. അമ്പിളി ജയപാർ വളരെ മിടുക്കിയാണ്. കറക്റ്റ്. അങ്ങനെ വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ഓക്കെ. ഇപ്പൊ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ് എഴുതേണ്ടത്. അത് ഞാൻ പറയും കേട്ടോ. ഓക്കെ. കാരണം വെർട്ടിക്കൽ അല്ല, ക്രോസും അല്ല. അതിന് പകരം വേറൊന്നുകൂടെ കൊടുത്തിട്ട് ഹൊറിസോണ്ടലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നേ പറയുള്ളൂ. ഓക്കെ, അത് കറക്റ്റാണ്. ജസ്റ്റ്
July 2016. What are the barriers to effective communication? Barriers: moralizing, being judgmental, and comments of consolation. Moralize ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഒരു കുട്ടിയുടെ ഏതാണ് പറയുന്നത്, അവനെ ഇൻസൾട്ട് ചെയ്യുന്ന എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മോറലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവഹത്യ എന്നൊക്കെയുള്ള ലെവലിലേക്ക് അത് പോകുന്നത്. അത് നെഗറ്റീവ് വേർഡാണ്, നമ്മൾ എപ്പോഴും ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബീയിങ് ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞാൽ ഒരാളിനെ വിധിച്ചു പറയുക, അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിനെയാണ് ബീയിങ് ജഡ്ജ്മെന്റൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കമന്റ്സ് ഓഫ് കൺസോലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ആശ്വാസ വാക്കുകളൊക്കെ പറയുക എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ ഒരുമാതിരി ഇൻസൾട്ട് ആണ് അവിടെ വരുന്നത്. അത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ തന്നെയാണ്. കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഞാൻ നിങ്ങളെ എപ്പോഴും അങ്ങ് വിധിക്കുക, നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മളോട് ഒരു കോണ്ടാക്ട് വരികയും നമ്മുടെ അടുത്ത് വരിക. കുട്ടികൾ അങ്ങനെ വരില്ല. മറിച്ച് ഡയലോഗ്, സമ്മറി, സെൽഫ് റിവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ്, കൂൾ റിയാക്ഷൻ ആൻഡ് ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്സ്, ഐ കോണ്ടാക്ട് ആൻഡ് സിമ്പിൾ നറേഷൻ, ഈ മൂന്നും ബാരിയർ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ആദ്യം പറഞ്ഞത് ബാരിയർ കൂട്ടുന്നതാണ്. പിടികിട്ടിയല്ലോ? നമ്പർ 1 ആണ് കറക്റ്റ്. മഞ്ജു, ഷൈനി, ഫൗസിയ 3 പേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു ഇതൂടെ ചെയ്യാം. അതുകൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഏതായാലും ഇത് കിട്ടിയത് കാര്യമായി കേട്ടോ. ഇപ്പൊ നെറ്റ് വന്നതുകൊണ്ട് നമുക്ക് നേരിട്ടത് കാണാൻ പറ്റി. താങ്ക് യു വെരി മച്ച്. ഇൻ എ സർട്ടൻ കോഡ്, സ്ലേറ്റ് ഈസ് കോഡഡ് ആസ് GXRYW, then steel will be written as. ഇതിലേതാണ്? നിങ്ങളൊന്ന് മാർക്ക് ചെയ്തോ, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ആലോചിച്ചിട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നീട് ഞാനിത് പറഞ്ഞുതരാം. അതുൽ ബി എന്ന് മാർക്ക് ചെയ്തു, അശ്വതി ബി എന്ന് മാർക്ക് ചെയ്തു, ഗൗരി കൃഷ്ണ ബി എന്ന് മാർക്ക് ചെയ്തു. വേറെ ആരും? ദേവിക ബി എന്ന് മാർക്ക് ചെയ്തു, സുജ ബി എന്ന് മാർക്ക് ചെയ്തു, അഞ്ജലി ബി എന്ന് മാർക്ക് ചെയ്തു, അമ്പിളി ബി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, താങ്ക് യു. കവിത ബി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ് ജി ആയിട്ട് മാറുന്നു, എൽ എക്സ് ആയിട്ട് മാറുന്നു, എ ആർ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കിടക്കുന്ന ഒരു കേസ് ആണെങ്കിൽ എണ്ണി നോക്കി കഷ്ടപ്പെടരുത്. നമ്മൾ ഇത് രണ്ടും കൂടെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ SLATE എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ സ്റ്റീൽ എന്ന വാക്കിനകത്തും ഉള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? SLATE, സ്ലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സെയിം അക്ഷരങ്ങളാണ് സ്റ്റീലിനകത്തും ഉള്ളത്. എങ്കിൽ നമ്മൾ SG ആയിട്ട് മാറിയെങ്കിൽ ഇവിടെയും സ്റ്റീൽ എന്ന വാക്കാണല്ലോ, അതും G ആയിട്ട് മാറും. അപ്പൊ നോക്കിയപ്പോ 4ലും G തന്നെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വാക്ക് നമ്മൾ എടുക്കും. അവിടെ T എന്ന സ്ഥാനത്ത് കിടക്കുന്ന T. അപ്പൊ സ്ലേറ്റിന്റെ T എന്ന സ്ഥാനത്ത് കിടക്കുന്ന കോഡ് ഏതാണ്? Y ആണ്. നോക്കി, Y. ലാസ്റ്റ് TE, അത് YW ആണ്. അപ്പം Tക്ക് Y എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ Y അതോട് ചേർന്ന് E ആണ്. Eക്ക് എന്താണ്? ഇവിടെയും T കഴിഞ്ഞ് E ആണ്, TE. എങ്കിൽ ആ TE ഒന്നിച്ചിങ്ങെടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടും. TE YW ആണ്. ഇവിടെ YW എന്ന് കിടക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? G കഴിഞ്ഞ് YR ആണ് ഒന്നാമത്തേത്, രണ്ടാമത്തെ Y കഴിഞ്ഞ് W, GYW. പിന്നത്തെ നോക്കിയില്ലേലും കുഴപ്പമില്ല, നേരിട്ട് നമുക്ക് B എന്ന് എഴുതാം. വളരെ മിടുക്കരാണ് കേട്ടോ നിങ്ങളൊക്കെ, വളരെ മിടുക്കരാണ്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ എൻകോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ളത് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉത്സാഹം വന്നിട്ടുണ്ട്, നല്ല താല്പര്യം വന്നിട്ടുണ്ട്.
ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റുമാണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ ഇതേ സ്പിരിറ്റ്, ഈ എന്തൂസിയാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനിയും നാളെ ക്ലാസ് ഇല്ല. എന്റെ ക്ലാസ് ഇനിയും മറ്റന്നാൾ. നമുക്കെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെയല്ല പറയുന്നത്, എന്റെ ക്ലാസ്സിന്റെ കാര്യമാണ്. സാർ നാളത്തേക്കുള്ളത് നിങ്ങൾക്ക് ഇട്ട് തന്നോളും. എനിക്ക് 27-നാണ് ഇനിയും ക്ലാസ് പറഞ്ഞിരിക്കുന്നത്, ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പോൾ നമുക്ക് അന്ന് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അതുൽ, താങ്ക് യു വെരി മച്ച്. Bhavya, thank you. Ashwati, thank you. And thank you.